ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കേൾക്കാനോ അറിയാനുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദീനിൽ അറിവിന് വളരെ പ്രാധാന്യമുണ്ട്. അഥവാ ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ എന്ന് അവരോട് ചോദിക്കുക. ദീനിൻ്റെ ജീവനാഡിയാണ് അറിവ്. അതുപോലെ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമത്തിൻ, അറിവ് നേടൽ ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും ബാധ്യതയാണ്. തുടങ്ങിയ ധാരാളം ഹദീസുകളും ശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് അറിവ് സമ്പാദിക്കുവാൻ വളരെ സൗകര്യമുള്ള ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികർ അവരുടെ കാലത്ത് അവർക്ക് അറിവ് നേടണമെങ്കിൽ അവർ ആ മാർഗത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, യാത്രകൾ, പ്രയാസങ്ങൾ വളരെ വലുതായിരുന്നു. ഇന്ന് നമുക്ക് ഒരു പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് അത് ലഭിക്കാൻ ഞൊടിയിടയിൽ അതിൻ്റെ കോപ്പിയോ PDF നമുക്ക് ലഭിക്കാൻ സാധിക്കും. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരാൾക്കൊരു പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അയാളെ ആ പുസ്തകമുള്ള ഒരാളടുത്ത് പോയിട്ട് കടലാസുമായിട്ടോ അല്ലെങ്കിൽ എഴുതുന്ന ഉപകരണങ്ങളുമായോ പോയി അത് പേന മഷിയിൽ മുക്കി ദിവസങ്ങളോ മാസങ്ങളോ കൊല്ലങ്ങളോ എടുത്തിട്ട് അതിൻ്റെ കോപ്പി എഴുതി തയ്യാറാക്കിയാൽ മാത്രമാണ് ആ ആൾക്കൊരു പുസ്തകം ലഭിക്കുക. എത്രമാത്രം പ്രയാസം ആ മാർഗത്തിൽ നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചിട്ടുണ്ടാകും എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം മറ്റേതൊരു ആദർശത്തേക്കാൾ അറിവ് സമ്പാദിക്കുന്നതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, സഹാബികൾ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പലരും പ്രായം വളരെ കൂടുതലുള്ളവരായിരുന്നു. ആ സമയത്താണ് അവർ ഖുർആനും നബിചര്യയും പഠിച്ചതും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചതും അത് പ്രചരിപ്പിച്ചതും അത് എഴുതി വെച്ച് സംരക്ഷിച്ചതും. നമ്മുടെ പ്രായത്തിലല്ല, നമ്മളെക്കാൾ പലരുടെയും പ്രായം കൂടിയ സന്ദർഭത്തിലായിരുന്നു അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്നിട്ടും വളരെ താല്പര്യപൂർവ്വം അവർ ഇസ്ലാമിൻ്റെ അറിവുകൾ, ഖുർആനും നബിചര്യയും ജീവിതത്തിൽ പുലർത്തുക മാത്രമല്ല, അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത്, സഹാബികളുടെയും താബികളുടെയും കാലത്ത് ഇസ്ലാമിൻ്റെ അറിവുകളും വിശ്വാസങ്ങളും കലർപ്പില്ലാത്തതായിരുന്നു. ശരിയായ അറിവുകളും ശരിയായ വിശ്വാസവും ആ തലമുറയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇസ്ലാം മറ്റ് പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയും പല സമൂഹങ്ങളുമായി കൂടിക്കലരുകയും ചെയ്തപ്പോൾ അറിവിൽ പലതരത്തിലുള്ള പുതിയ രീതികളും കലർപ്പുകളും സംഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആനും നബിചര്യയും നബിയുടെ ജീവിതവും മാത്രമായിരുന്നു സഹാബികളുടെ കാലത്ത് അറിവായി നിന്നിരുന്നെങ്കിൽ പിന്നീട് പാശ്ചാത്യ പൗരസ്ത്യ സമൂഹങ്ങളുമായി ഇടകലർന്നപ്പോൾ ഗ്രീക്ക് തത്വശാസ്ത്രം, നിയോ പ്ലാറ്റോണിസം, ഇൽമുൽ കലാം അഥവാ ദൈവശാസ്ത്രം, മന്തിക്ക് അഥവാ തർക്കശാസ്ത്രം, ഫൽസഫ അഥവാ ഫിലോസഫി, ദർശനം തുടങ്ങിയ പല
അറിവുകളും ഇസ്ലാമിക അറിവുകളുമായി കൂടിക്കലരുകയും അതെല്ലാം ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ കലർപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് അത്തരത്തിലുള്ള കലർന്ന അറിവുകളാണ് മുസ്ലിം ലോകത്ത് പ്രചരിച്ചത്. യഥാർത്ഥ അറിവുകൾ നിലവിലുണ്ടായിരുന്നെങ്കിലും വലിയ അളവിൽ ആ രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ, ഖവാരിജുകൾ, മുഅ്തസിലികൾ, ഷിയാക്കൾ, മുർജിയകൾ, ജഹ്മികൾ, ഖദരികൾ തുടങ്ങിയ പല പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക വിശ്വാസത്തെ മലിനപ്പെടുത്തുന്ന പല ചിന്താധാരകളും ഉടലെടുക്കുകയും അവരെല്ലാം അവരുടേതായ വിശ്വാസ വ്യതിയാനങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അത്തരത്തിലുള്ള ധാരാളമായ അറിവുകളും ഗ്രന്ഥങ്ങളും സമൂഹത്തിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആദ്യകാലക്കാരുടെ ഈ ശുദ്ധമായ അറിവുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പോലും അതിൽ പോലും കലർപ്പുകളുണ്ടായി. അള്ളാഹുവിനെ ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ എങ്ങനെയാണ് നിർവചിക്കേണ്ടത്, ആ രീതിയിലുള്ള നിർവചനങ്ങൾ വന്നു. അള്ളാഹു ബസീത്താണോ, അള്ളാഹു മുറക്കബാണോ, അഥവാ ഏകകമാണോ, സംയുക്തമായ പലതും കൂടിച്ചേർന്ന ഘടകമാണോ അള്ളാഹുവിൻ്റേത്, അള്ളാഹു അർലാണോ, ജൗഹറാണോ, സത്തയാണോ, അതോ ഒരുപാട് ഗുണങ്ങൾ കൂടിച്ചേർന്നതാണോ തുടങ്ങിയ ചർച്ചകൾ തത്വശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നു. എന്നാൽ സഹാബികളുടെ കാലത്ത് അള്ളാഹുവിനെ കുറിച്ച് ഹദീസിൽ, ഖുർആനിൽ പരാമർശിച്ച രീതിയിൽ മാത്രമായ ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹു ആകാശ് റഹ്മാനുൽ അർഷിസ്തവ, അള്ളാഹു ഹർഷിലാണ്. അപ്പൊ ഇവരെ തർക്കശാസ്ത്ര തത്വശാസ്ത്ര കാലത്ത് അള്ളാഹു ഒരു സ്ഥലത്ത് അർഷ് എന്നൊരു പദാർത്ഥത്തിന്റെ മേൽ ഉപവിഷ്ടനാണെങ്കിൽ അള്ളാഹുവും ആ പദാർത്ഥം പോലെ ഭൗതികമാവും, അപ്പൊ അത് അള്ളാഹുവിന്റെ സത്തക്ക് ചേരാത്തതാവും എന്ന് തുടങ്ങിയ തത്വശാസ്ത്ര ചർച്ചകൾ സമൂഹത്തിൽ വ്യാപിക്കുകയും അള്ളാഹുവിലുള്ള വിശ്വാസം പോലും, അള്ളാഹു ഉപരി ലോകത്താണെന്ന് പറഞ്ഞാൽ താഴെ, മീതെ, അതുപോലത്തെ ഇടത്ത് തുടങ്ങിയ ദിശകൾ ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അള്ളാഹു ഭൗതികമാവും എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയും അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പോലുമുള്ള വളരെ മലിനമായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിക്കുകയും അതിൻ്റെ രീതിയിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ വ്യാപകമായി സമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്തു. അതൊരു ഉദാഹരണമാണ്. ഹദീസുകൾ പലതും ഇസ്ലാമിന്റെ പേരിൽ പലരും അവരുടെ താല്പര്യത്തിന് വേണ്ടി കെട്ടിച്ചമക്കുക ഒരു അവസ്ഥയുണ്ടായി. അലി റളിയല്ലാഹു അൻഹുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രം കൂഫയിൽ നിന്ന് മാത്രം 3 ലക്ഷം ഹദീസുകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയാൻ 3 ലക്ഷം വ്യാജ ഹദീസുകൾ കൂഫക്കാർ മാത്രം നിർമ്മിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈ രീതിയിൽ ഓരോരുത്തരും അവരുടെ ഗോത്രത്തിനും അവരുടെ നേതാക്കൾക്കും വേണ്ടി ധാരാളമായ ഹദീസുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചിന്താഗതിക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ തുടക്കം കുറിച്ചത് ഷിയാക്കളാണ്. ലക്ഷക്കണക്കിന് വ്യാജ ഹദീസുകൾ ആ രീതിയിൽ അവർ കെട്ടിച്ചമച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം, ഷിയാക്കളുടെയും ഹദീസ് നിഷേധികളുടെയും യുക്തിവാദികളുടെയും ഒക്കെ ആരോപണം, അദ്ദേഹം 5000 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹുവിനൊക്കെ 200 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നബിന്റെ ഏറ്റവും അടുത്ത സഹചാരിയായ നബിയുടെ കൂടെ ജീവിച്ച ആയിഷ ബീവി കേവലം 2000-ൽ പരം ഹദീസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ വളരെ വൈകി ഇസ്ലാം സ്വീകരിച്ച അബൂ ഹുറൈറ എങ്ങനെയാണ് റളിയല്ലാഹു ഇത്ര കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്? അതുകൊണ്ട് ഇയാൾ വ്യാജനാണ്, കെട്ടിച്ചമച്ചവനാണ്, ഇല്ലാത്തത് നബിയുടെ മേൽ ഉണ്ടാക്കിയ ആളാണ് എന്നൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയുണ്ട്. ഷിയാക്കളുടെ ഒരു നേതാവ് അലി ശരീഅത്തി എന്ന ഇറാൻ ചിന്തകൻ അദ്ദേഹത്തിന്റെ രക്തസാക്ഷികം എന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു പുസ്തകത്തിൽ പറയുന്നു, മുആവിയയുടെ പച്ചക്കൊട്ടാരത്തിൽ നിന്ന് കമ്മീഷൻ പറ്റി അബൂ ഹുറൈറ ഹദീസുകൾ നിർമ്മിച്ചു കൊടുത്തു. അഥവാ സുന്നി ഗ്രന്ഥങ്ങളിലുള്ള
അഥവാ ബുഖാരിയും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസുകൾ അഥവാ സുന്നികളുടെ ഹദീസുകൾ, അത് മുആവിയ എന്ന സഹാബിയുടെ കൊട്ടാരത്തിൽ നിന്ന് കമ്മീഷൻ പറ്റി അബൂ ഹുറൈറയെ പോലുള്ള ആളുകൾ കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇവർ പറയുന്നത്. ആ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വായിച്ച പുസ്തകമാണ്. അപ്പോ എങ്ങനെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്രത്തോളം അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്? അദ്ദേഹം വീടും കുടിയും ഭാര്യയും സന്താനങ്ങളും ഇല്ലാതെ നബിയുടെ കൂടെ സദാ കഴിയുന്ന, നബിക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ പങ്കുപറ്റി മദീന പള്ളിയിലെ പാവങ്ങൾ പാർത്തിരുന്ന, സുഫയുടെ ആളുകൾ പാർത്തിരുന്ന ഒരു തിണ്ണയിൽ ജീവിച്ചിരുന്ന കുറച്ച് പാവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് നബിയുടെ കൂടെ സദാ ജീവിച്ചത് കൊണ്ട് അത്രയും ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഹദീസുകൾ ഓർക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നിന്ന് ഇത്ര എണ്ണം ഹദീസുകൾ മനപ്പാടാക്കാൻ സാധിച്ചതിൽ യാതൊരു അതിശയവുമില്ല. എന്നാൽ ഷിയാക്കളിൽപ്പെട്ട ജാബിറുൽ ജുഅഫി എന്ന ഒരാൾ 1,30,000 വ്യാജ ഹദീസുകൾ നിർമ്മിച്ചതായിട്ട് അവരുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതില് ബാക്കിറിൽ നിന്ന്, ഇമാം ബാക്കിറിൽ നിന്ന്, ഷിയാക്കളുടെ ഇമാമാണ് ബാക്കിർ, മുഹമ്മദുൽ ബാക്കിർ, അദ്ദേഹത്തിൽ നിന്ന് മാത്രം 70,000 ഹദീസ് ഇയാൾ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ടാണ്, അഥവാ ബാക്കിർ പറഞ്ഞതായി. ഷിയാക്കളുടെ ഹദീസ് സുന്നികളുടെ ഹദീസ് പോലെ നബിയുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും അല്ല ഹദീസ്. അവരുടെ 12 ഇമാമുമാരിൽപ്പെട്ട അവരെ മഅസൂമ് എന്നാണ് അവർ പറയുക. അവരെ 12 ഇമാമുമാരും മഅസൂമുകൾ. ഈ മഅസൂമ് പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതും ഒക്കെ ഷിയാക്കൾക്ക് ഹദീസാണ്, നബി പറയണമെന്നില്ല. ഷിയാക്കളുടെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് കുലൈനിയുടെ, അബൂ ജഅഫർ അൽ കുലൈനിയുടെ കാഫി അൽ കാഫി എന്ന പുസ്തകം. അതിൽ സുന്നികളുടെ ബുഖാരിയുടെ സ്ഥാനത്ത് ഷിയാക്കളുടെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ്. അതിൽ 6000-ഓളം വ്യാജ ഹദീസുകളുണ്ട്. ഈ ഹദീസുകളെല്ലാം തന്നെ നബി പറഞ്ഞു എന്ന ഹദീസുകളല്ല അതിലുള്ളത്, മറിച്ച് നബി അബ്ദുല്ല അലൈഹിസ്സലാം അന്നഹു ഖാല, അബൂ അബ്ദുല്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസുകൾ. ആരാണ് അബൂ അബ്ദുല്ല? അത് ഷിയാക്കളുടെ 6ാമത്തെ ഇമാമായ ജാഫർ സ്വാദിഖ്. ജാഫർ സ്വാദിഖ് റഹിമഹുല്ല, ഇവരാരും ഷിയാക്കളല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഷിയാക്കൾ 12 ഇമാമുമാർ എന്ന് പറയുന്ന ഒരു ഇമാമും ഷിയാക്കളല്ല. അവരുടെ പേരിൽ അവർക്ക് ശേഷം അവർ കെട്ടിച്ചമച്ച ആശയമാണ് ഷിയിസം. അവർ സുന്നികളായിരുന്നു. അപ്പോ അബൂ അബ്ദുല്ല എന്ന ജാഫർ സാദിഖ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ 6000 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ നബി പറഞ്ഞു എന്നല്ല. കാരണം എല്ലാ ഇമാമുമാരും മഅസൂമുകളാണ്. മഅസൂമുകളുടെ വാക്കുകളും പ്രവൃത്തിയും അംഗീകാരവും ഹദീസാണ് എന്നാണ് ഷിയാപക്ഷം. അപ്പോ ബാക്കിറിൽ നിന്ന് മാത്രം 70,000 വ്യാജ ഹദീസുകൾ ഈ ജാബിറുൽ ജുഅഫി എന്ന ആൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. അതുപോലെ ഇബ്നുൽ ഖലീൽ എന്ന ആളിൽ നിന്ന് ഷിയാക്കൾ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു, മുഗീറ എന്ന ആൾ പറഞ്ഞു, അൽഹഖ്തു ഫീ കുതുബിക്കും 100,000 ഹദീസ് മൗദൂഅ, ഞാൻ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ 1,00,000 ഹദീസ് വ്യാജ ഹദീസ് ചേർത്തിട്ടുണ്ട് എന്നൊരു നിവേദകൻ പറയുകയാണ്, ഒരു ഷിയാ നിവേദകൻ. ഇത് അവരുടെ തന്നെ ഗ്രന്ഥത്തിൽ, തൻഖീഹുൽ മഖാൽ എന്ന ഗ്രന്ഥത്തിൽ അവർ തന്നെ ഉദ്ധരിക്കുകയാണ്. ഈ രീതിയിൽ ഒരുപാട് വ്യാജന്മാരും മതവിരുദ്ധരുമായ ആളുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ വ്യാജമായി പഠിച്ചുണ്ടാക്കിയതാണ് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഹദീസുകൾ. അതിൽ പലതും പല സുന്നി ഗ്രന്ഥങ്ങളിൽ ഇടം പിടിക്കുകയും അങ്ങനെ ഹദീസുകൾ വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മുസ്ലിം ലോകത്ത് സംജാതമാവുകയുണ്ടായി. അബുൽ ഖത്താബ്, മുസ്ലിമുത്താബ് തുടങ്ങിയ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഷിയാ ഗ്രന്ഥങ്ങളിൽ സന്ദഖത്തും കുഫ്റും പ്രചരിപ്പിക്കുകയും ആ രീതിയിലുള്ള ധാരാളം ഹദീസുകൾ അബൂ ബസീറ, സറാറ, ഷൈത്താനുത്ത, ഹിശാം ഇബ്നു ഹക്കം, മുഹമ്മദ് ഇബ്നു മുസ്ലിം, ലൈസുൽ മുറാദി, അബൂ മഖ്നഫ്, ഹിശാം ഇബ്നു മുഹമ്മദ് തുടങ്ങിയ നിവേദകന്മാർ ഷിയാ ഗ്രന്ഥങ്ങളിൽ
ഈ രീതിയിലുള്ള ധാരാളം ഹദീസുകൾ എന്ന പേരിൽ ഇമാമുമാരിലേക്ക് ചേർത്തി ധാരാളമായ ഗ്രന്ഥങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു. ഷിയാക്കളുടെ ഒരു ഗ്രന്ഥം ബിഹാറുൽ അൻവാർ എന്ന ഒരു പുസ്തകം 150 വാള്യം ബാക്കറുൽ മജ്ലിസി എന്ന പണ്ഡിതൻ രചിച്ചത്. ഈ 150 വാള്യത്തിലും ഇതുപോലെയുള്ള കെട്ടുകഥകളും ഇതുപോലെയുള്ള വ്യാജ ഹദീസുകളുമാണ്. ഇതാണ് അവർ മതമായിട്ട് സ്വീകരിക്കുന്നത്. അതിലാണ് സഹാബികളെ കുറിച്ചൊക്കെ വളരെ മോശമായ പരാമർശങ്ങളുള്ളത്. ഇല്ല, സഹാബികളെ കുറിച്ച് അലി റളിയല്ലാഹുവിനെ പോലെയുള്ളവരെ കുറിച്ച് ലക്ഷക്കണക്കിന് വ്യാജ മഹത്വ സ്തുതി അരിപ്പാടങ്ങളും ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലം പിടിച്ചതായി കാണാം. അത് പിന്നീട് പലതും സുന്നി ഗ്രന്ഥങ്ങളിലേക്ക് പഠനം. ഉദാഹരണം, അലിയുടെ മുഖത്ത് നോക്കൽ ഇബാദത്താണ്. നളറത്തു ഇലാ വജ്ഹി അലിയിൻ ഇബാദത്തുൻ. അത് നമ്മള് ഉസ്താദുമാരൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു ഹദീസാണ്. അലിയുടെ മുഖത്ത് നോക്കൽ ഇബാദത്താണ്. അതുപോലെ അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ. ഞാൻ, നബി പറയണം, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്, അലി അതിന്റെ കവാടമാണ്. അലി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിന്റെ കവാടം. അലി മാത്രമായ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവോടെ പോകും. ഒരാൾ മാത്രമാണ് അതിന്റെ വാതിലാവുമ്പോൾ. ഈ രീതിയിലുള്ള വ്യാജ ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഈ സമൂഹത്തിൽ പ്രചരിക്കുകയുണ്ടായി. അവർ സഹാബികളെയൊക്കെ വളരെ മോശമായ രീതിയിൽ പലരെ കുറിച്ചും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് പിന്നീട് സുന്നി ഗ്രന്ഥങ്ങളിലേക്കും പകരുകയും അതിന്റെ അപകടം സർവ്വവ്യാപകമാവുകയും ചെയ്തു. പക്ഷേ സുന്നി പണ്ഡിതന്മാർ അറിവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ഹദീസിനെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വ്യക്തമായ ഒരു ചട്ടക്കൂട് 2-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപീകരിച്ചിരുന്നു. ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും പേരുകളും ചരിത്രങ്ങളും അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവങ്ങളും അവരുടെ ഗുരുനാഥന്മാരും അവരുടെ യാത്രകളും അവര് ആരിൽ നിന്ന് സ്വീകരിച്ചു, എപ്പോഴൊക്കെ സ്വീകരിച്ചു തുടങ്ങിയ സമഗ്രമായ റിപ്പോർട്ട്, ലക്ഷക്കണക്കിന് നിവേദകന്മാരുടെ സമ്പൂർണ്ണ ജീവചരിത്രം ഇസ്ലാമിക പണ്ഡിതന്മാർ ക്രോഡീകരിച്ചു. എന്തിനാ? കാരണം ഈ ഒരു നിവേദകനെ കുറിച്ച് നമുക്ക് സംശയം തോന്നിയാൽ ഇയാളെ ചരിത്രം പൂർണ്ണമായി ലഭ്യമാണ്. ആ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ അയാൾ എവിടെയാണ് ജനിച്ചത്, അയാളുടെ പിതാവാരാണ്, മാതാവാണ്, ആരിൽ നിന്ന് വിജ്ഞാനം തേടി, അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കറകൾ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും വ്യാജ വാർത്തകൾ അയാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അയാളെ ഗുരുനാഥന്മാർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നോ, ഇല്ലാത്തത് പൊലിപ്പിച്ചു പറയുന്ന ആളാണോ, ഓർമ്മക്കുറവുള്ള ആളാണോ, അയാൾക്ക് പ്രായാധിക്യം വന്നതിന് ശേഷമാണോ അയാൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, തുടങ്ങിയ ഹദീസുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ടർമാരുടെയും, ഈ ബുഖാരിന്റെ കാലത്ത് 250-കളിലൊക്കെയാണ് ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടത് പൂർണ്ണമാർത്ഥത്തിൽ. അപ്പൊ നബിയുടെയും ബുഖാരി ഇമാമിന്റെയും ഇടയിൽ 250 കൊല്ലത്തിന്റെ ഇടയിലുള്ള 5-6 റിപ്പോർട്ടർമാരുണ്ടാവും. ഈ റിപ്പോർട്ടർമാരുടെ സമഗ്രമായ ചരിത്രം, ലക്ഷത്തിൽ പരം റിപ്പോർട്ടർമാരുടെ ചരിത്രം സമ്പൂർണമായി ക്രോഡീകരിച്ചുകൊണ്ട് ഹദീസിനെ പണ്ഡിതന്മാർ സംരക്ഷിച്ചിട്ടുണ്ട്. അത് വകതിരിച്ച് ക്രോഡീകരിച്ചിട്ടുണ്ട്. വല്ലാഹും ഹദീസ് കെട്ടിച്ചമച്ച ഹദീസ് ഉണ്ടാക്കിയ ആൾക്കാർ, മത്രൂക്കിയൻ ഉപേക്ഷിക്കപ്പെട്ട, അതായത് തള്ളപ്പെടേണ്ട ആളുകൾ, സിഖ വിശ്വസ്തര്, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലാക്കിയിട്ട് ഹദീസ് നിവേദകന്മാരുടെ സമ്പൂർണ്ണ ചരിത്രം. വേറെ രീതിയിൽ താരീഖ് ബഗ്ദാദ്, താരീഖ് സമർക്കന്ദ്, താരീഖ് ഖുറാസാൻ, താരീഖ് മറവ്, താരീഖ് ദിമഷ്ക് തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടർമാരുടെ ചരിത്രം വേറെ ക്രോഡീകരിച്ചിട്ടുണ്ട്. വേറൊന്ന് തബഖാത്തു സഹാബ, തബഖാത്തു താബിഈൻ, തബഖാത്തു അതിന്റെ താഴെയുള്ള തബഖ, അങ്ങനെ ഗ്രേഡ് തിരിച്ച് ഓരോ കാലത്തെയും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ സമഗ്രമായ ചരിത്രം. വേറെ മരണത്തിന്റെ അടിസ്ഥാനത്തിൽ വഫയാത്തുൽ അയാൻ, വഫയാത്ത് തുടങ്ങിയ അവർ മരിച്ച കൊല്ലത്തിന്റെ ബേസിലുള്ള ഓരോ പണ്ഡിതന്മാരുടെയും ചരിത്രം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഹദീസ് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർമാരുടെ സമ്പൂർണ്ണ ചരിത്രം യൂറോപ്യന്മാർ പറയുന്നു. ഇങ്ങനെ ഒരു ചരിത്രം വിജ്ഞാനത്തിന്റെ രീതി, വിജ്ഞാന സംരക്ഷണത്തിന്റെ രീതിയിൽ മുസ്ലിങ്ങൾ ഹദീസ് വിജ്ഞാനത്തിന് നൽകിയതുപോലെയുള്ള ഒരു കൃത്യമായ വിജ്ഞാന ക്രോഡീകരണം മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. ഇന്നും നമുക്ക് അവരുടെ ചരിത്രം ലഭ്യമാണ്. 10-20 വാള്യമുള്ള
ഇമാം തബഖാത്തുൽ ഹുഫാദ്, തദ്കിറത്തുൽ ഹുഫാദ് തുടങ്ങിയ മിസ്സിയുടെയും അതുപോലെ ദഹബിയുടെയും ഇബ്നു ഹജർ അസ്ഖലാനിയുടെയും നബവിയുടെയും ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീർ, താരീഖുൽ സഗീർ, താരീഖുൽ ഔസത്ത് തുടങ്ങിയ വ്യത്യസ്ത ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഹദീസ് റിപ്പോർട്ടർമാരുടെ ചിട്ട. ഇങ്ങനത്തെ നൂറുകണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങൾ, അതിൽ 1, 10, 20, 30 വാള്യങ്ങളുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ വളരെ കൃത്യമായിട്ട് വളരെ ചിട്ടയോടുകൂടി അള്ളാഹു ഈ ഖുർആനിനെ സംരക്ഷിച്ചതുപോലെ ഖുർആന്റെ വ്യാഖ്യാനമായ ഹദീസിനെയും കെടുതികളിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളിൽ നിന്ന് ഇല്ലെങ്കിൽ ഇപ്പം ഷിയാക്കള് കെട്ടിച്ചമച്ച ലക്ഷക്കണക്കിന് ഹദീസുകൾ നമ്മളെ ഹദീസായിട്ട് മനസ്സിലാക്കും. അത് നമുക്ക് ഇന്നെങ്ങനെ അത് വ്യാജ ഹദീസാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? ആ ഹദീസിനെ സംരക്ഷിക്കുവാനുമുള്ള ഇൽമുൽ റിജാല്, ഞാൻ ഈ പറഞ്ഞ ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം, അതുപോലെ ഹദീസ് നിരൂപണ ശാസ്ത്രം, ഇൽമുൽ ഇലൽ ഹദീസിന്റെ സൂക്ഷ്മമായ കുഴപ്പങ്ങൾ വിശദീകരിക്കുന്ന ശാസ്ത്രം, ഇങ്ങനെ ഹദീസുമായി ബന്ധപ്പെട്ട ഒരുപാട് ശാസ്ത്രങ്ങളും വിജ്ഞാനങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ആ രീതിയിലൂടെ ഹദീസിനെ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഇസ്ലാമിന്റെ ഇപ്പൊ നമ്മൾ ഇന്നൊരാള് ഈ സനദിന്റെ അടിയിൽ വേറൊരാളെ കയറ്റിയിട്ട് ഒരു ഹദീസ് പറഞ്ഞാൽ ഇന്ന് നമുക്ക് പിടിക്കാൻ കഴിയും. കാരണം ഈ ആൾ ഉസ്താദുമാരാരാ നോക്കിയാലും മനസ്സിലാവും ഈ കയറ്റിയ ആൾ ഈ ആൾ ഉസ്താദല്ല. അതുകൊണ്ട് നമുക്ക് വ്യാജന പിടിക്കാൻ സാധിക്കും. ഈ രീതിയിൽ വളരെ ചിട്ടയായ രീതിയിൽ ഈ അറിവുകൾ ഇസ്ലാമിന്റെ വിജ്ഞാനീയങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ അള്ളാഹു അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനുള്ള വഴികൾ ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ കാലത്ത് തന്നെ മറുഭാഗത്ത് ഷിയാക്കളും യുക്തിവാദികളും ഹദീസ് നിഷേധികളൊക്കെ അവരും പണിയെടുത്തിട്ടുണ്ട്. അവരും വ്യാജമായ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സഹാബികളെ പറ്റി വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, വളരെ മോശമായി എഴുതിയിട്ടുണ്ട്. ഇമാം അബൂ സുറൈ റാസി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരിയുടെ ഗുരുനാഥന്മാരിൽപ്പെട്ട അദ്ദേഹം പറയുന്നു, ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ കുറിച്ച് മോശമായി പരാമർശിക്കുന്നത് കണ്ടാൽ അവൻ സിന്ദീഖാണ്, മതനിഷേധിയാണ്. കാരണം ഇന്ന റസൂല ഇൻദനാ ഹഖ്ഖുൻ വൽ ഖുർആന ഹഖ്ഖുൻ ഇന്നമാ അദ്ദാ ഇലൈനാ ഹാദൽ ഖുർആൻ വസ്സുന്ന അസ്ഹാബു റസൂലില്ലാഹ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഈ സത്യമായ ഖുർആനും സുന്നത്തും നമ്മേക്ക് എത്തിച്ചത് സഹാബികളാണ്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ഖുർആനിന്റെയും ഹദീസിന്റെയും സന്ദേശവാഹകരായ സഹാബിമാരെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? യുരീദൂന അൻ യജ്റഹു ശുഹൂദന, നമ്മുടെ സാക്ഷികളെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ ദീനിന്റെ സാക്ഷികൾ സഹാബികളാണ്. അതിലൂടെ അവർക്ക് അവർ സാക്ഷ്യം വഹിച്ച ഖുർആനിനെയും സുന്നത്തിനെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് വഹും സനാദിഖ, അവർ മതനിഷേധികളാണ്. വൽ ജുർഹു ബിഹിം മൗല, അവരെയാണ് അപകീർത്തിപ്പെടുത്തേണ്ടത്. ആരെ? സഹാബികളെ അപകീർത്തിപ്പെടുത്തിയ ഈ നിഷേധികളായ ഈ പണി ഏറ്റവും കൂടുതൽ ചെയ്തത് ഷിയാക്കളാണ്. സഹാബികളെ കുറിച്ച് വളരെ മോശമായ സംശയങ്ങളും റിവായത്തുകളും ഉദ്ധരണികളും, നൂറുകണക്കിന് ഉദ്ധരണികൾ ആ കാലത്ത് ഷിയാ നിവേദകന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൂട്ടിച്ചേർത്തു. പിന്നീട് വന്ന സുന്നി നിവേദകന്മാർ ഇതിന്റെ ശരിതെറ്റുകൾ നോക്കാതെ, ഹദീസ് സംരക്ഷിച്ചതുപോലെ സംരക്ഷിക്കാതെ ചരിത്രത്തെ, ഇല്ലാത്ത ചരിത്രം അവരുടെ ഗ്രന്ഥങ്ങളിൽ ചേർത്തു. അതാണ് നമ്മുടെ സുന്നി ചരിത്രങ്ങളിലൊക്കെ മാതിരി കള്ളക്കഥകൾ വരാൻ കാരണം. ഹാറൂൺ റഷീദ് ഒരു യുക്തിവാദിയോട്, അദ്ദേഹത്തിന്റെ കാലത്തുള്ള ഒരു യുക്തിവാദിയെ പിടിച്ചു, അയാളെ തലവെട്ടാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് അയാളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്താണ് സഹാബികൾക്ക് നേരെ എപ്പോഴും നിങ്ങളുടെ അസ്ത്രം തൊടുത്തു വിടുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, لأننا إذا تمكنا من الطعن منهم نكون قد أقتلنا نقلة الشريعة. കാരണം സഹാബികളെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ ശരീഅത്തിന്റെ നിവേദകന്മാരായ അവരെ ഞങ്ങൾക്ക് ദുർബലപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നിവേദകന്മാരെ ദുർബലപ്പെടുത്തിയാൽ അവർ നിവേദനം ചെയ്ത ശരീഅത്തും ദുർബലപ്പെടും എന്ന് ഇമാം ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ താരീഖ് ബഗ്ദാദിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം.
അപ്പൊ ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ ആദ്യകാലക്കാരെ അപകീർത്തിപ്പെടുത്തുന്ന നൂറുകണക്കിന് റിപ്പോർട്ടുകൾ നമ്മുടെ ചരിത്രങ്ങളിൽ ഇടം പിടിക്കുകയുണ്ടായി. ഇതാണ് പിന്നീട് പല സുന്നി ഗ്രന്ഥങ്ങളിലും ഇടം പിടിച്ചത്. അത് ഇന്ന് നിങ്ങൾ ഒരാളോട്, ഒരു ശരാശരി മുസ്ലിമിനോട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചോദിച്ചാൽ അവനെ ഏറ്റവും മോശമായ രീതിയിലായിരിക്കും പണ്ഡിതനടക്കം പറയുക. ആ വിഷയത്തിൽ വളരെ വലിയ അജ്ഞതയിലാണ് സമൂഹമുള്ളത്, പണ്ഡിതന്മാരും പാമരന്മാരും. കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയുടെ എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയുടെ ഏറ്റവും വലിയ നേതാവിനോട് ഞാൻ ഒരിക്കൽ ഒരു വിഷയം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അവർ അടുത്ത കാലത്തായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം ചെയ്യാത്ത ഒരു പ്രവൃത്തി എന്താണ് ഇപ്പോൾ ചെയ്യാൻ കാരണം? ഇത്രയും കാലങ്ങൾ സുന്നികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് ഇവിടെ നടത്തിയിട്ടില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ മതകലാലയത്തിൻ്റെ ജനറൽ പ്രിൻസിപ്പാളാണ് അദ്ദേഹം, ഷെയ്ഖാണ്, ഷെയ്ഖുൽ ജാമിയ. അപ്പൊ അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, മുആവിയ അല്ലേ ഹുസൈനെ കൊലപ്പെടുത്താൻ ആളെ പറഞ്ഞിട്ട്? അപ്പൊ ഒരു ഏറ്റവും വലിയ മതസംഘടനയുടെ ഏറ്റവും വലിയ നേതാവിന്റെ വിവരക്കേടാണ്. ഞാൻ ചോദിച്ച അദ്ദേഹത്തോട്, ഉസ്താദെ മുആവിയ മരിച്ച എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്? അപ്പൊ നേരത്തെ മരിച്ച ആളെങ്ങനെ പിന്നെ മരിക്കുന്ന ആളെ കൊല്ലാൻ പറഞ്ഞേക്കുക? അപ്പൊ ഇയാൾക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പണ്ഡിതന്റെ അജ്ഞത ഇതാണെങ്കിൽ ഇവിടെയുള്ള അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്നും കൂടി പറഞ്ഞില്ല മുആവിയ എന്നത്. ഈ വിരോധവും ഈ അജ്ഞതയും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം, അതുപോലെ കേരളത്തിലെ ഏറ്റവും വിവിധ മുജാഹിദ് ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു നേതാവ് അദ്ദേഹത്തോട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് മുആവിയയോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ്, അദ്ദേഹം ശൂറയെ അംഗീകരിച്ചിരുന്നില്ല, അദ്ദേഹം ശൂറയെ തള്ളിക്കളഞ്ഞു. ഇതും കളവാണ്, അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ രീതിയിൽ ഈ നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് സഹാബികളെ കുറിച്ച് അപമതിപ്പുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട്. അതിന് കാരണം എന്താ? ആ രീതിയിലുള്ള ചരിത്രങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതും പഠിപ്പിക്കപ്പെട്ടതും. അപ്പോ സാധാരണക്കാരന്റെ വിവരം എന്തായിരിക്കും അവരെ കുറിച്ചൊക്കെ? വളരെ ഗുരുതരമായ അറിവുകേട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം അറിവ് നേടുക. ഏത് അലവലാദിയും ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക ബുദ്ധിജീവി, ചിന്തകൻ എന്നൊക്കെ, ഇസ്ലാമിന്റെ ആരംഭകാലത്ത് പണ്ഡിതന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, ചിന്തകന്മാരുണ്ടായിരുന്നില്ല. ഇസ്ലാമിക ചിന്തകൻ എന്ന് പറഞ്ഞൊരു വിഭാഗം സഹാബത്തിന്റെ കാലത്തോ താബീകളുടെ കാലത്തോ പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ മുഹദ്ദിസുകൾ ഉണ്ടാവും, ഒന്നുകിൽ ഫുഖഹാക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുഫസ്സിറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചരിത്രകാരന്മാരുണ്ടാവും. ഒരിക്കലും ചിന്തകന്മാർ എന്ന വിഭാഗം ഇസ്ലാമിന്റെ ലേബലിൽ രൂപപ്പെട്ടാത്തൊരു കാലമാകും. എന്നാൽ ഇന്ന് നിങ്ങൾ ഇസ്ലാമിന്റെ ഇസ്ലാമിക ലോകത്തെ ആൾക്കാരെടുത്ത് നോക്കി, നിങ്ങൾ അയാളെ പറ്റി പറഞ്ഞ ഏറ്റവും വലിയ വിശേഷം ഇസ്ലാമിക ചിന്തകൻ, അൽ മുഫക്കിറുൽ ഇസ്ലാമി, ഇസ്ലാമിക ചിന്തകൻ. ഈ ചിന്തകന്മാരാണ് ഈ രീതിയിലുള്ള അവമതിപ്പുകളും വ്യാജോക്തികളും ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ മഹാന്മാരായ സഹാബികളുടെ പേരിൽ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. അവര് ഉണ്ടാക്കി തീർത്ത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വളരെ ഗുരുതരമാണ്. കേരളത്തിൽ മൗലാന മൗദൂദിയുടെ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന സഹാബികളെ അപകീർത്തിപ്പെടുത്തുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അംബർ ബിൻ അൽ-ആസ്, മുആവിയ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗത്ഭരായ സഹാബികളെ വളരെ മോശമായ നിരൂപണം നടത്തുന്ന മൗലാന മൗദൂദിയുടെ പുസ്തകത്തിന് 7 എഡിഷൻ ഇവിടെ ചെലവായി. ഒരു എഡിഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 2000-3000 കോപ്പി ഉണ്ടാവും. 7 എഡിഷൻ പുസ്തകം, ഈ സാധനം ഇവിടെ വിൽക്കപ്പെടുകയുണ്ടായി. അത് എത്ര ആയിരം ആളുകൾ വാങ്ങി വായിച്ചിട്ടുണ്ടാവും, എത്ര ആളുകൾ അത് വാങ്ങി കുത്തുബ നടത്തിയിട്ടുണ്ടാവും, ഇവരില്ലാത്ത ആളുകൾ. എത്ര ആളുകൾ സഹാബികളെ പറ്റി മോശമായി പറഞ്ഞിട്ടുണ്ടാവും. ഈ പുസ്തകം കേരളത്തിൽ ഇറങ്ങിയിട്ട് ഇന്ന് വരെ ഒരു
പക്ഷത്ത് നിന്നും ഒരു ലേഖനം പോലും അതിനെതിരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കാരണം ചരിത്രം അറിയില്ല. ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണം ആ പുസ്തകത്തിലുള്ളതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മൗലാന മോദിയുടെ പുസ്തകത്തിന് അക്കമിട്ട് ഓരോ വാക്കുകൾക്കും മറുപടി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിലെ സലാഹുദ്ദീൻ യൂസുഫ് എന്ന സൽഫി പണ്ഡിതൻ, ഇന്ത്യയിലെ ദൈവബന്ധു പണ്ഡിതനായ ഇസാഖ് സന്ദേൽവി അന്നദിവി, അദ്ദേഹം 4 വാള്യങ്ങളെയാണ് മൗലാന മൗദൂദിയുടെ ഒരു വാള്യത്തിലുള്ള പുസ്തകത്തിന് മറുപടി എഴുതിയത്. കേരളത്തിലെ ആളുകൾക്ക് ചരിത്രത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ട്, അവർ പഠിക്കാത്തതുകൊണ്ട് ഇന്ന് വരെ ഈ ക്ഷുദ്രകൃതിക്ക് ഇന്ന് വരെ ഒരു മറുപടിയും ഒരാൾ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത് വായിച്ച ആളുകൾ എത്രമാത്രം വലിയ തെറ്റിദ്ധാരണകളായിട്ടും ഉണ്ടായിട്ടുണ്ടാകുക. എന്നാൽ അറബ് ലോകത്തെ ഇഖ്വാനികളുടെ തന്നെ നേതാവായ പണ്ഡിതന്മാർ ഈ മൗദൂദിയുടെ ഗ്രന്ഥങ്ങളിലെ അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങളെ ഉണർത്തിയിട്ടുണ്ട് എന്നതാണ് രസം. കേരളക്കാർക്ക്, അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുള്ളവർക്ക് പോലും അദ്ദേഹത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ല. എന്നാൽ മൗദൂദിയുടെ ഏറ്റവും വലിയ ഭക്തനായി മൗദൂദിയുടെ ചരിത്രമാണ് ഡോക്ടർ യൂസുഫ് ഖർളാവി. അദ്ദേഹം താരിഖുന അൽ മുഫ്തറ അലൈഹി, നമ്മുടെ തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്രം എന്ന പുസ്തകത്തിന്റെ 47-ാമത്തെ പേജിൽ മൗലാന മൗദൂദി സഹാബികളെ കുറിച്ച് എഴുതിയതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: വൽഹഖു ഇന്നനി ഇൻദമാ ഖറഅതു കലാമൽ ഉസ്താദ് അൽ മൗദൂദി അനി താരിഖിൽ ഇസ്ലാമി വഅനിൽ ഹളാറത്തിൽ ഇസ്ലാമിയ ഖഫ ശായരി വർതഅദതു ഫറായിസി വഇന്നി അഅജബു കുല്ലൽ അജബ് അൻ യഗ്ലു ഫീ ഹുക്മിഹി ഹാദൽ ഖുലൂ. ഞാൻ മൗലാന ഉസ്താദ് മൗദൂദിയുടെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും ഇസ്ലാമിക നാഗരികതയെക്കുറിച്ചും അദ്ദേഹം എഴുതിയത് വായിച്ചപ്പോൾ എൻ്റെ രോമം എഴുന്നേറ്റു. വർത്താദത്ത് ഫറായിസി, എൻ്റെ ഇടനെഞ്ച് വിറച്ചു. വൈന്നി ആഴ്ചബു കുല്ലല്ലജബ്, ഞാൻ അങ്ങേയറ്റത്തെ അത്ഭുതം കൂറുന്നു. അന്യഹുലു ഹുക്കുമഹു അതിൽ, ഇത്രത്തോളം ഇയാള് സഹാബികളെ കുറിച്ചൊക്കെ അതിര് കഴിയുന്നതിൽ ഞാൻ ആകെ അത്ഭുതപ്പെടുന്നു എന്ന് മൗദൂദിയുടെ തന്നെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ആളായിരുന്ന ഡോക്ടർ യൂസുഫ് ഖർളാവി അദ്ദേഹത്തിന്റെ താരിഖുന അൽ മുഫ്തറ അലൈഹി എന്ന ചരിത്രത്തിൽ പറയുന്നു. അതുപോലെ ഇപ്പോൾ ഖത്തറിൽ ജീവിക്കുന്ന ലിബിയക്കാരനായ, ധാരാളം ഇസ്ലാമിക ചരിത്രത്തിൽ പുസ്തകം എഴുതിയ ഡോക്ടർ മുഹമ്മദ് അലി സ്വല്ലാബി, അദ്ദേഹം ഓരോ ഖലീഫമാരെ കുറിച്ചും 1000 പേജുള്ള ഓരോ പുസ്തകം എഴുതിയിട്ടുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, മുആവിയ തുടങ്ങിയ ഖലീഫമാരെ കുറിച്ചും പിന്നീട് ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും, അസ്റുൽ അബ്ബാസി, അസ്റുൽ ഉമവി എന്ന് പറഞ്ഞിട്ട് ഓരോ ചരിത്ര ഘട്ടങ്ങളെ കുറിച്ചൊക്കെ ധാരാളം വാള്യങ്ങൾ എഴുതിയ ഒരു ഇഖ്വാനി ചരിത്രകാരനാണ്. പക്ഷേ പരമാവധി സത്യസന്ധമായി ചരിത്രം എഴുതിയാണ്. അദ്ദേഹം മൗദൂദിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ അബദ്ധങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നു: വലിയ മുഫീദത്തുൻ നിജ്മാലും, മൊത്തത്തിൽ മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ വളരെ ഫലപ്രദമാണ്. ولكن إن طريقة تعرضهم للأحداث وتفسيرهم لمواقف بعض الصحابة والتابعين فيها كثير من عدم الإنصاف، مثل ما كتبه أبو الأعلى مودودي في كتاب الخلافة والملك، وأبو زهرة في كتابه تاريخ الأمم الإسلامية. ഈ സമകാലികനായ ആധുനികരായ ആളുകളുടെ ചരിത്രത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ പൊതുവെ ഫലപ്രദമാണെങ്കിലും വിഷയങ്ങൾ അവർ അവതരിപ്പിക്കുന്നതും അതിനെ വ്യാഖ്യാനിക്കുന്നതും ചില സഹാബികളെ കുറിച്ചും താബികളെ കുറിച്ചുമുള്ള നീതിരഹിതമായ അവരുടെ എഴുത്തുകൾ, ഉദാഹരണം അബുൽ അഅ്ല മൗദൂദിയുടെ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന പുസ്തകം, അബൂ സഹറയുടെ താരിഖുൽ ഉമമിൽ ഇസ്ലാമിയ, ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം എന്ന പുസ്തകം, അവർ സഹാബികളെയും താബികളെ കുറിച്ചും നീതിരഹിതമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് വൽ കിതാബാനി മഷ്ഹൂനാനി, ഈ 2 ഗ്രന്ഥങ്ങളിലും കുത്തി നിറച്ചിരിക്കുന്നു ബികസീരിൻ മിന തഹാമുലി അലാ മഖാമി ബഅദി സഹാബ, ചില സഹാബികളുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന നിലപാടുകൾ. വത്തഅനി അലാ ഖുലഫാഇ ബനി ഉമയ്യ, ബനു ഉമയ്യ, മുആവിയ റളിയല്ലാഹു അൻഹു മുതലുള്ള ബനു ഉമയ്യയെ ഖുലഫാകളെ കുറിച്ചും ആക്ഷേപിച്ചുകൊണ്ട് വതനഖുസിഹിം വതജറുദിഹിം മിൻ അയ്യി ഖസ്ലത്തിൻ ഹമീദ, ഒരു നന്മയുമില്ലാത്തവരാണ് ഇവരെന്ന രീതിയിൽ അവരെ കുറിച്ച് പറഞ്ഞത് ഈ പുസ്തകങ്ങളിലുണ്ട് എന്ന് ആരാ പറയുന്നത്?
മൗലാന മൗദൂദിയുടെ പ്രസ്ഥാനത്തിന്റെ വക്താവായ ഡോക്ടർ അലി സല്ലാബി അദ്ദേഹത്തിന്റെ ഹിസ്സത്തു മഖ്തലി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന്റെ കഥ എന്ന പുസ്തകത്തിൽ 14-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു. ഇതുപോലെ ആധുനിക കാലത്ത് ഇസ്ലാമിക ചരിത്രം എഴുതിയ കുറെ ആൾക്കാരാണ് മൗദൂദി, അബുൽ ഹസൻ നദവി, മുഹമ്മദ് തയ്യിബ്, സയ്യിദ് അമീർ അലി, അബുൽ കലാം ആസാദ്, അത്താർ ഹുസൈൻ തുടങ്ങിയവർ. ഇവരെ കുറിച്ച് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക ഡിപ്പാർട്ട്മെന്റിലെ ചരിത്ര ഗവേഷകനും ധാരാളം PhD തിസീസുകളുടെ പരിശോധകനും ധാരാളം അമൂല്യമായ ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഡോക്ടർ യാസീൻ മൽഹർ സിദ്ദീഖി അൻ-നദവി അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം തന്റെ ഉസ്താദ് കൂടിയായ അബുൽ ഹസൻ നദവിയുടെ ചരിത്ര രചനാ രീതിയെ കുറിച്ച് പറയുന്നത് കാന ഷെയ്ഖുൽ മൗദൂദി വശൈഖുൻ നദവി വശൈഖ് മുഹമ്മദ് തയ്യിബ് ومن العلماء الكبار السيد أمير علي وأبا الكلام آزاد وأطهر حسين يحملون اتجاه الخوارج والشيعة والمستشرقين أعداء الإسلام. മൗലാന മൗദൂദി, ഷെയ്ഖ് അബുൽ ഹസൻ നദവി, മുഹമ്മദ് തയ്യിബ്, അലിഗർ തയ്യൂബിന്റെ ദാറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പാളായിരുന്ന മുഹമ്മദ് തയ്യിബ്, വലിയ പണ്ഡിതന്മാരായ സയ്യിദ് അമീർ അലി, അബുൽ കലാം ആസാദ്, അത്താർ ഹുസൈൻ, ഇവരെല്ലാവരും ചരിത്രത്തിൽ ഷിയാക്കളുടെയും ഖവാരിജികളുടെയും മുസ്തശ്രിക്കീങ്ങളുടെയും രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒരു പണ്ഡിതൻ പറയുകയുണ്ടായി, ജൂതന്മാരോട് നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും മഹാന്മാരാരെന്ന് ചോദിച്ചാൽ അവർ പറയും അത്ബാഉ മൂസയുടെ അനുയായികൾ, അദ്ദേഹത്തിന്റെ സഹാബികൾ. ക്രിസ്തവരോട് നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ആദരണീയരാണെന്ന് ചോദിച്ചാൽ അവർ പറയും യേശുവിന്റെ അപ്പോസ്തലന്മാരാണ്, അഥവാ യേശുവിന്റെ സഹാബികൾ. ഷിയാക്കളോട് നിങ്ങളുടെ ഇസ്ലാമിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്ന് ചോദിച്ചാൽ അവർ പറയും അത്ബാഉ അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ. ഈ രീതിയിൽ ഇസ്ലാമിക ചരിത്രത്തെ മലിനപ്പെടുത്തിയ ചരിത്ര സങ്കേതങ്ങളാണ് നമുക്കുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ പഴയകാല ചരിത്രകാരന്മാർ തബരി, ഇബ്നു കസീർ, ഇബ്നു ജരീർ, അതേമാതിരിയുള്ള പിന്നെ ഒരുപാട് ചരിത്രകാരന്മാർ, അവരുടെ മുമ്പ് വന്ന ആളുകൾ ഷിയാ നിവേദകന്മാരുടെ ഹിക്കായത്തുകൾ അതിൻ്റെ സത്യവും അസത്യവും നോക്കാതെ നിവേദക പരമ്പര സഹിതം അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി. ഈ നിവേദക പരമ്പര എന്തിനാ? നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്താൽ സത്യസന്ധനാണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ആ കള്ളചരിത്രം ഉൾപ്പെടുത്തിയത്. പക്ഷെ നമ്മളൊന്നും നോക്കാറില്ല. നമ്മൾ തവരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എല്ലാ വൃത്തികെട്ട റിവായത്തുകളും അപ്പടി വിശ്വസിച്ച് ചരിത്രത്തിൽ പ്രചരിപ്പിക്കും. എന്നാൽ തബരി അതിന്റെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. തബരി ഒരു ജാമ്യം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ. അദ്ദേഹം പറയുന്നു, എൻ്റെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് അരോചകമായും വെറുപ്പും തോന്നുന്ന നിവേദനങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അത് ഞാൻ ഉണ്ടാക്കിയതല്ല. എനിക്ക് നിവേദകന്മാരിൽ നിന്ന് കിട്ടിയത് ഞാൻ അപ്പടി അതിൽ എഴുതിയതാണ്, അത് എൻ്റെ വകയല്ല. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതിൽ സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, സത്യസന്ധമല്ലെങ്കിൽ തള്ളിക്കളയുക എന്ന ആമുഖത്തിൽ ഇമാം തബരി എഴുതിയിട്ടുണ്ട്. അതോടുകൂടി തബരിന്റെ ഉത്തരവാദിത്വം തീർന്നു. പക്ഷെ നമ്മൾ പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നു? തബരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ വ്യാജ ചരിത്രം ഉദ്ധരിക്കും. തബരി ഇങ്ങനെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട്. ഇബ്നു ഖൽദൂൻ പറയുന്നു, നമ്മുടെ ചരിത്രകാരന്മാർക്ക് സംഭവിച്ച, മുഫസ്സിറുകൾക്ക് സംഭവിച്ച, നിവേദകന്മാർക്ക് സംഭവിച്ച പിഴവുകൾ അവരെന്ത് ചെയ്തു? അവര് അത് എന്താണ്, കല്ലും പതിരും വേർതിരിക്കാതെ എല്ലാം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ പറയുന്നു. നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന അല്ലാമ മുഹിബുദ്ദീൻ ഖത്തീബ് റഹിമഹുല്ലാഹ് പറയുന്നു, നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർ മാതൃകയാക്കേണ്ട ആളുകൾ സഹാബികളാണല്ലോ. അവരെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട റിപ്പോർട്ടുകൾ കൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞാൽ ഈ ചെറുപ്പക്കാർ വഴിതെറ്റിയാൽ, കാരണം അവർക്ക് മാതൃകയില്ല. മാതൃകയാക്കേണ്ടവർ സഹാബികൾ, അവരെ കുറിച്ച് ഏറ്റവും വൃത്തികെട്ട റിപ്പോർട്ടുകളാണ് ചരിത്രത്തിൽ. ഇവര് പിന്നെ ആരെയാണ് ഇവരാ മാതൃകയാക്കും? ഇവര് വഴിവെച്ചാൽ ആര് സമാധാനം പറയും? അപ്പൊ നമ്മുടെ ചരിത്രത്തിലെ ഈ വൃത്തികെട്ട നിവേദനങ്ങളും ഈ വളരെ വൃത്തികെട്ട പരാമർശങ്ങൾ കൊണ്ട് ആദ്യകാലക്കാരോടുള്ള വെറുപ്പ് കൊണ്ട് നിറക്കപ്പെട്ടതാണ് നമ്മുടെ ചരിത്രഗ്രന്ഥങ്ങൾ. ലോകത്തൊരു സമുദായത്തിനും, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ചരിത്രം നോക്കി, അവരുടെ പൂർവികരെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടില്ലേ. അമേരിക്കയുടെ ചരിത്രം നോക്കി, ക്രൈസ്തവരുടെ ചരിത്രം നോക്കി, യൂറോപ്യന്മാരുടെ ചരിത്രം നോക്കി, അവരാരും അവരുടെ ഒന്നാം തലമുറയെക്കുറിച്ച് മോശമായ ഒരു പരാമർശം ഉണ്ടാവില്ല.
നമ്മുടെ ചിത്രഗ്രന്ഥങ്ങളിൽ നമ്മുടെ മാതൃകാ പുരുഷന്മാരായ സഹാബികളെ കുറിച്ച് ഏറ്റവും വൃത്തികെട്ട പരാമർശങ്ങളുണ്ട്. ഷിയ നിവേദകന്മാർ അതുപോലുള്ള കള്ള ചരിത്രകാരന്മാർ കടത്തിക്കൂട്ടിയ ചരിത്രങ്ങൾ. അതുകൊണ്ട് ചരിത്രം പഠിക്കുക എന്നത് ഹദീസ് പഠിക്കുക എന്നതുപോലെ തന്നെ വളരെ വളരെ ഗൗരവതരമായി അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ നാം പഠിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഒരു തലമുറയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണയും അക്രമവുമായും അതിന് പണ്ഡിതന്മാരും അതുപോലെയുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ഏറ്റവും വലിയ ബാധ്യതയാണത്. അത് ശരിയായ ചരിത്രം പഠിക്കുക, തെറ്റായ ചരിത്രം ഏതാണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നത്. അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാനും അത് പിന്തുടരുവാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.